കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ LDF സർക്കാരിന്റെ കാലത്ത് സൗജന്യമായിരുന്ന പരിശോധനകൾക്ക് UDF സർക്കാർ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്യാൻസർ പരിശോധനകൾക്കടക്കം ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് ഇരുട്ടടിയാകും. ക്യാൻസർ കണ്ടെത്താനുള്ള ബയോപ്സി പരിശോധന ഉൾപ്പെടെ പാത്തോളജി ലാബിൽ 14 പരിശോധനകൾ സൗജന്യമായിരുന്നു. ബയോപ്സി പരിശോധനയ്ക്ക് ഇനി മുതൽ 150 രൂപ നൽകേണ്ടി വരും. ഫിബ്രിനോജൻ പരിശോധനയ്ക്ക് 500 രൂപയും രക്തം കട്ടപിടിക്കുന്നത് കണ്ടെത്താനുള്ള ലൂപ്പസ് ആൻഡ് ക്ലോഗുലൻ പരിശോധനയ്ക്ക് 800 രൂപയുമാണ് നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. ഇതിൽ വലിയുന്നതാകട്ടെ സർക്കാർ ആശുപത്രിയിൽ മാത്രം ആശ്രയിക്കുന്ന പാവപ്പെട്ടവർ. മെഡിക്കൽ കോളേജിലെ ആശുപത്രി അവര് പുറത്തേക്കാന്ന് എഴുതി തരുക. നമുക്ക് കയ്യിൽ പൈസ ഇല്ലാത്തവർ നമ്മളെന്ത് ചെയ്യാൻ? പാവപ്പെട്ട ഒരുപാട് രോഗികൾ ഇവിടുന്ന് വലയുന്നൊരവസ്ഥയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് കാണുന്നത്. ഒന്ന് മാത്രമല്ല, ലാബിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ആരോഗ്യ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് പേര് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരെ ബാധിച്ചുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു സുഖമില്ലാത്ത പ്രായമുള്ള ഒരു ഉമ്മയാണ്. നേരത്തെ പൈസ ഒന്നും ഇല്ലായിരുന്ന ചില പരിശോധനകൾക്ക് 800 രൂപയാണ്. അത് പറ്റൂല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സൗജന്യമായിരുന്ന ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, ഹെമറ്റോളജി വിഭാഗത്തിലെ പതിവ് പരിശോധനകൾക്കും പണം ഈടാക്കുന്നുണ്ട്. പരിശോധനകൾക്ക് ഉപയോഗിക്കുന്ന റീജന്റുകളുടെ അടക്കം ചെലവ് വർദ്ധിച്ചതാണ് ഫീസ് ഈടാക്കാൻ കാരണമെന്നാണ് ന്യായീകരണം. കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് സൗജന്യമായിരുന്ന ആരോഗ്യരംഗത്തെ പരിശോധനകൾ ഇനിയില്ല. പലതിനും 500 മുതൽ 800 രൂപ വരെയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. ജനകീയമായിരുന്ന സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള നീക്കമാണ് ഇതെന്ന് സംശയിക്കുന്നവരെ തെറ്റു പറയാൻ സാധിക്കില്ല. ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.